മാർബിളിൽ നിർമ്മിച്ച ആഗ്രയിലെ താജ്മഹലിനെക്കാളും 4 ഇരട്ടി എക്സ്പെൻസീവ് ആണ് ചെങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഡൽഹിയിലെ റെഡ് ഫോർട്ട്. 20 കോടി വില വരുന്ന ലോകത്തിലെ ഏറ്റവും വിലയേറിയ സിംഹാസനമായ പീകോക്ക് ത്രോൺ നിർമ്മിക്കപ്പെട്ടതും ഇരുന്നതും ഇവിടെയാണ്. ഇതുകൂടാതെ ബ്രിട്ടീഷ് റോയൽ ക്രൗണിൽ ഇന്നിരിക്കുന്ന കോഹിനൂർ ഡയമണ്ടും ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇവയെല്ലാം ഇരുന്നിരുന്നത് റെഡ് ഫോർട്ടിന്റെ ഭാഗമായ ദിവാനെ ഖാസിലാണ്, മുഗൾ രാജാക്കന്മാർ ആഭ്യന്തര കാര്യങ്ങൾ സംസാരിച്ചിരുന്ന സ്ഥലത്ത്. 9 എന്ന അക്കത്തിനും റെഡ് ഫോർട്ടിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഈ കോട്ട പൂർത്തിയാക്കാൻ എടുത്ത സമയം 9 വർഷം. ഇത് പണിത ഷാജഹാൻ ചക്രവർത്തിയുടെ പേര് പിൽക്കാലത്ത് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമം പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ 9 അക്ഷരങ്ങൾ ചേർത്താണ് എഴുതിയിരിക്കുന്നത്. ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ നാമം 99. ദിവാനെ ആം ഉണ്ടാക്കിയിരിക്കുന്നത് 9 ചേംബർ ആയിട്ടും സീലിംഗും 9 ആയിട്ടാണ് വിഭാഗിച്ചിരിക്കുന്നത്. ഇവിടെ വായിച്ചിരുന്ന വാദ്യോപകരണത്തിന്റെ എണ്ണം 9. ഇവിടുത്തെ തൂണുകളിലും ഹിന്ദു മുഗൾ ആർക്കിടെക്ചറിന്റെ ഒരു സമ്മിശ്രണം കാണാം. ഹിന്ദു വിശ്വാസം അനുസരിച്ചും 9 ഒരു ലക്കി നമ്പർ ആണ്. വിഷ്ണുവിന്റെ നാമം 1008. 1 8 ചേർത്താലും 9 തന്നെയാണല്ലോ. ഏറ്റവും അധികം രഹസ്യ ഗുഹകളും മറഞ്ഞുകിടക്കുന്ന തുരങ്കങ്ങളും ഉള്ള ഇടം കൂടിയാണ് റെഡ് ഫോർട്ട്. യമുന നദിയിലേക്കും ചാന്ദി ചോക്ക്, രാജ്ഘട്ടിലേക്കും ഒക്കെ രാജാക്കന്മാർക്ക് രക്ഷപ്പെടാനും തടവുകാരെ കൊണ്ടുപോകാനും ഒക്കെ ഇത് ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. അതോടൊപ്പം ഇന്ത്യയിലെ അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ ഇവിടെ നിന്നാണ് ഭരിച്ചിരുന്നത്. പക്ഷെ സ്വന്തം രാജ്യത്ത് അദ്ദേഹത്തിന് മരിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ബർമയിലേക്ക് കൊണ്ടുപോയി. ഈ കോട്ട 200 വർഷം മുഗളന്മാർ ഭരിച്ചു. 90 വർഷം ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി ക്യാമ്പായി മാറി. 1947 ഓഗസ്റ്റ് 15 ആദ്യമായി ഇന്ത്യൻ ഫ്ലാഗ് ഉയർന്നതും ഇവിടെയാണ്. അതോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകവും യുനെസ്കോ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റുമായി മാറി ലാൽ കില എന്ന ഈ ചെങ്കോട്ട.